നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയലക്ഷ്യ ഹർജിയിൽ പ്രോസിക്യൂഷനെതിരെ ദിലീപ് കോടതിയലക്ഷ്യം ഇല്ല എന്ന പരാമർശത്തിൽ എതിർപ്പ് അറിയിച്ചു. പ്രോസിക്യൂഷന്റെ നിലപാട് എതിർകക്ഷികളെ രക്ഷിക്കാനാണെന്നാണ് ഹർജിയിൽ ദിലീപിന്റെ വാദം. ഹർജികൾ അടുത്ത മാസം 12-ന് വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ഈ കോടതിയലക്ഷ്യ ഹർജിയുടെ ആധാരം? അതിൽ എന്താണ് ദിലീപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന നിലപാട്? പ്രജിൻ 6 കോടതിയലക്ഷ്യ ഹർജികളാണ് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലുള്ളത്. അതിൽ 4 ദിലീപ് നൽകിയതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന് അതോടൊപ്പം തന്നെ സ്വകാര്യ ചാലിനെതിരെയുമാണ് കോടതിയലക്ഷ്യം നിലനിൽക്കുന്നത്. ദിലീപ് ഉന്നയിക്കുന്നത് ഈ കേസിന്റെ നടപടിക്രമങ്ങൾ, അതിന്റെ ചില ചട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കോടതി ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥനും ഈ സ്വകാര്യ ചാനലും മറികടന്നു. അതുകൊണ്ട് അവർക്കെതിരെ കോടതിയലക്ഷ്യം എടുക്കണം എന്നുള്ളതാണ് ദിലീപിന്റെ ആവശ്യം. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് പ്രഥമ ദൃഷ്ട്യാ നിലവിൽ ഈ കോടതിയലക്ഷ്യം നിലനിൽക്കില്ല. കോടതിയലക്ഷ്യം എടുക്കാനുള്ള അധികാരം അത് വിചാരണ കോടതിക്കില്ല, മറിച്ചത് ഹൈക്കോടതിക്കാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. പക്ഷേ കോടതിയലക്ഷ്യം നിലനിൽക്കും എന്ന നിലപാടാണ് ദിലീപ് സ്വീകരിക്കുന്നത്. ഈ അന്വേഷണം, അതായത് ഇത് നിലനിൽക്കില്ല എന്ന് പറയുന്നത് മറ്റാരൊക്കെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആണ് എന്നും ദിലീപ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് വിശദമായ വാദം ഈ രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. അതിനുശേഷം കേസുകൾ അടുത്ത 12-ാം തീയതി പരിഗണിക്കാൻ മാറ്റി. ആർ ശ്രീലേഖയ്ക്കെതിരെയും ഒരു കോടതിയലക്ഷ്യ ഹർജിയുണ്ട്. ഇന്ന് അതിജീവിതയുടെ അഭിഭാഷക TB മിനി ഈ ഹർജിയുടെ ഭാഗമായി ഇന്ന് കോടതിയിൽ ഹാജരായി. കഴിഞ്ഞ തവണ ഹാജരാകാത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വിമർശനങ്ങളൊക്കെ വഴിവെച്ചിരുന്നു. ഇന്ന് TB മിനി കോടതിയിൽ ഹാജരാകുകയും ചെയ്തിരുന്നു. തമ്മിൽ ബൈ SKN ഇന്ന് ആരംഭിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8:15-ന് 24-ൽ.